ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മരുതോര് മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീനയെ സ്റ്റാൻലിയുടെ വീട്ടിലെത്തിച്ചിരിക്കും ശേഷം ബാലേന്ദ്രൻ മടങ്ങുകയാണ്. ആ സമയത്ത് അലീന വന്ന് ബാലേന്ദ്രൻ്റെ കയ്യിലിങ്ങനെ പിടിക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ അലീനയോട് പറയും, മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, മോൾ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് എത്തപ്പെട്ടിരിക്കുന്നത്. നീ ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞത് നീ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചത്. അല്ലാതെ എനിക്കൊരിക്കലും മറ്റൊരിടത്തേക്ക് നിന്നെ അയക്കാൻ സാധിക്കുമായിരുന്നില്ല. വീട്ടിൽ നിന്ന് നിന്നെ വിടുന്നതിന് ഞങ്ങൾക്ക് ആർക്കും സമ്മതമല്ലായിരുന്നു. നിൻ്റെ തീരുമാനമായിരുന്നു മോളെ അവിടുന്ന് പോകണമെന്നുള്ളത് എന്ന് കരുതി നിന്നെ ഞങ്ങൾ ആരും ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അച്ഛനെ വിളിക്കണം. നിൻ്റെ മനസ്സൊന്ന് വിങ്ങി അച്ഛൻ അറിയാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന അങ്ങ് കരയുവാണ്. അച്ഛ എനിക്കിവിടെ എന്നൊക്കെ പറയും. എനിക്ക് മനസ്സിലാവും, പുതിയൊരു വീട്, പുതിയ അന്തരീക്ഷം, ഇതുവരെ നീ കാണാത്ത നിൻ്റെ പപ്പ, പെട്ടെന്ന് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അച്ഛനറിയാം. പക്ഷേ നിനക്ക് അതിനെല്ലാം ഉള്ളൊരു മനസ്സ് ഉണ്ടെന്ന് അച്ഛനറിയാം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പേടിയും ഭയവും ഒന്നും എൻ്റെ മോൾക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലിയുടെ അടുത്തോട്ട് ബാലേന്ദ്രൻ വരികയാണ്. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ മോളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവളെ കൊണ്ട് എന്തെങ്കിലും വിഷമോ സങ്കടമോ ഉണ്ടെങ്കിൽ തിരിച്ച് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ വന്ന് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ആ സമയത്ത് പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലേന്ദ്രൻ, നിങ്ങളുടെ മനസ്സ് സ്വന്തം മകളായിട്ട് തന്നെയാണ് നിങ്ങൾ അലീനയെ കണ്ടത്. അതുപോലെ തന്നെ അവളും സ്വന്തം അച്ഛനോട് പെരുമാറുന്ന പോലെയാണ് നിങ്ങളെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. നിങ്ങൾ നോക്കിയതുപോലെ തന്നെ അതിൽ നന്നായി ഞാൻ നോക്കത്തേ ഉള്ളെന്നൊക്കെ പറയും. ശരി, നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അവളുടെ കണ്ണ് നനയ്ക്കാനുള്ള ഇടയുണ്ടാവരുതെന്ന് പറയും. ഒരുപാട് കരഞ്ഞ കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രൻ പോകുന്നുണ്ട്. ബാലേന്ദ്രൻ പോകുന്ന സമയത്തും അലീന ബാലേന്ദ്രനെ കാറിലൂടെ പോകുന്നത് അലീന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറേ നേരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. കാരണം പോകുന്നതിന് മുമ്പ് അലീനയുടെ കവിളിലൊക്കെ തട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അലീനയെ കണ്ടിട്ടാണ് ബാലേന്ദ്രൻ മടങ്ങുന്നത്. അതിനുശേഷം ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ട്, സ്വന്തം അച്ഛൻ തന്നെയാണ് ബാലേന്ദ്രൻ എന്നിങ്ങനെ അലീനെ നോക്കിക്കൊണ്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. അതിനുശേഷം അലീനയുടെ അടുത്ത് പറയും, അലീന വരൂ എന്ന് പറഞ്ഞ് സ്റ്റാൻലി അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം പറയും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇനി തൊട്ട് ഇതാണ് മോളുടെ വീട്, പപ്പയെ ഒരു തരത്തിലും മോൾ ഭയക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയോട് സ്റ്റാൻലി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആൻ്റപ്പൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം പറയും, ആൻ്റപ്പ അലീനയ്ക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അലീനയ്ക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. സാധാരണ പപ്പ ഇത്ര നാൾ കൂടി തന്നെ കണ്ടതാണ്, പപ്പയാണ് തന്നെ റൂമിലോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്. പക്ഷേ ആൻ്റപ്പൻ അവിടുത്തെ സർവൻറ്റിനോടാണ് പറയുന്നത്. സ്നേഹമുണ്ട്, പക്ഷേ അത് സ്റ്റാൻലി പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ആൻ്റപ്പൻ അലീനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വരൂ കുഞ്ഞെന്ന് പറയും. അങ്ങനെ അലീന ഒരു റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. ബാലചന്ദ്രൻ പറഞ്ഞ പോലെ അലീനയുടെ അത്ഭുത ലോകം എന്ന പോലെ തന്നെയാണ്. വലിയൊരു റൂമാണ്, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, AC വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് മുഴുവൻ അലീനയ്ക്ക് ഇടാനുള്ള വസ്ത്രങ്ങളും അണിയാനുള്ള ആഭരണങ്ങളും ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെയാണ് അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും വലിയ റൂമിലൊന്നും അലീന ഇതിനു മുമ്പ് കഴിഞ്ഞിട്ട് പോലുമില്ല. ഓർഫനേജിലാണെങ്കിൽ പോലും ചെറിയൊരു റൂമാണ്, ഒത്തിരി പേര് ഒരുമിച്ച് കിടക്കുന്നു. നെടുമ്പുരക്കൽ വീട്ടിലാണെങ്കിലും മുത്തശ്ശി കിടന്ന റൂമിന് താഴെയാണ് പാവിരിച്ച് കിടന്നിരുന്നത്. മുത്തശ്ശി പോയ സമയത്താണ് കട്ടിലോട്ട് തന്നെ കിടന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതിനുശേഷം പറയും, കുഞ്ഞ് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറയും. ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഇത്രയും വലിയ റൂമൊന്നും എനിക്ക് വേണ്ടായിരുന്നു എന്ന് പറയും. അതൊന്നും സാരമില്ല, കേന്ദ്ര സാറ് പറഞ്ഞാണ് കുഞ്ഞിന് ഈ റൂം തരാമെന്ന് പറയും. അങ്ങനെ ആൻ്റപ്പൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്തും അലീനയുടെ മനസ്സ് മുഴുവൻ ബാലേന്ദ്രനാണ്. പപ്പ എന്നോടധികം സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ, എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്നോട് എന്ത് സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി അങ്ങോട്ട് റൂമിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മോൾക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും വലിയ റൂമിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എനിക്ക് ഏതെങ്കിലും ഒരു ചെറിയ റൂം മതിയായിരുന്നു പറയും. അതിന് അലീന പണ്ടത്തെ അലീനയല്ല, ഇപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി റൂം വേണം നിനക്ക് താമസിക്കാനെന്ന് പറയും. പിന്നെ നിനക്ക് അണിയാനുള്ള ആഭരണങ്ങളും ധരിക്കാനുള്ള വസ്ത്രങ്ങളും എല്ലാം ആ വാർഡ്രോബിൽ വെച്ചിട്ടുണ്ടെന്ന് പറയും. അത്രയും വില കൂടിയ ഡ്രസ്സുകളൊന്നും എനിക്ക് ആവശ്യമില്ല. അത് മുൻപ്, ഇപ്പോൾ നീ എൻ്റെ മകളാണ്, അതുകൊണ്ട് തന്നെ നീ അത്രയും വില കൂടിയ ഡ്രസ്സുകൾ തന്നെ ധരിക്കണമെന്ന് പറയും. ഞാൻ ഓർഫനേജിലായിരുന്ന സമയത്ത് എനിക്ക് ഇത്രയും വില കൂടിയ ഡ്രസ്സുകളൊന്നും ധരിക്കേണ്ട ആവശ്യം വന്നില്ല. അത് അവിടെ ആയിരുന്നപ്പോൾ. ഇപ്പോൾ ഇവിടാണ്, ഇവിടുത്തെ രീതിക്ക് അനുസരിച്ച് വേണം ഇനി അലീന പെരുമാറാനെന്ന് പറയും. അങ്ങനെ അതൊന്നും അലീനയ്ക്ക് അത്ര ഇതാവത്തില്ല.
കാരണം സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്, പെട്ടെന്നൊന്നും തൻ്റെ വഴിക്ക് അലീന വരുത്തില്ലെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി അങ്ങ് പോവുകയാണ്. കുറച്ച് സംസാരിക്കത്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അലീന വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ എവിടെ ആയെന്നൊക്കെ ചോദിക്കും. മോളെ ഞാൻ ഡ്രൈവിങ്ങിലാണ്, മോൾക്ക് വിഷമമൊന്നും ഇല്ലല്ലോ, എനിക്കെല്ലാവരെയും കാണാൻ തോന്നുന്നു പറയും. അതും വിഷമിക്കേണ്ട എന്നൊക്കെ ബാലേന്ദ്രൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, അച്ഛൻ ഇന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും? നല്ല ക്ഷീണമുണ്ട് മോളെ, എവിടെയെങ്കിലും സ്റ്റേ ചെയ്തതിന് ശേഷം വീട്ടിലോട്ട് പോകത്തേ ഉള്ളൂ എന്ന് പറയും. വീട്ടിൽ മാഡം വന്നിട്ടുണ്ടോ? വന്ന് കാണും, നീ അവിടുന്ന് പോയ വിവരം എന്തായാലും അറിഞ്ഞു കാണുമല്ലോ, അതിൻ്റെ പുറമെ അവൾ വന്നിട്ടുണ്ടാവുമോ എന്ന് പറയും. ഇപ്പോൾ ഞാനിവിടെ ഇല്ലല്ലോ, വന്നു കഴിഞ്ഞാലും അച്ഛൻ അമ്മയോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞാനെന്തിനാ അവളോട് വഴക്കുണ്ടാക്കുന്നത്? അവളില്ലേ മോളെ എന്നോട് വഴക്കിന് വരുന്നതെന്ന് പറയും. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവരുത് അച്ഛാ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, അത് കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, അതിനുവേണ്ടിയാണ് ഞാൻ അവിടുന്ന് പോയെന്നൊക്കെ പറയും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ, ശരി നീ പറഞ്ഞതുപോലെയൊക്കെ അനുസരിക്കാം എന്ന് പറയും. അച്ഛൻ മോളെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ അലീന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ കഥയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.